മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? ഞാൻ എന്തെങ്കിലും മേടിച്ചോ? അമ്മയ്ക്ക് എവിടുന്നേ കാശ്? അപ്പുറത്തെ രാമചന്ദ്രൻ്റെ അടുത്ത് വാങ്ങിച്ചതാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാം. നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെ തീയ. അമ്മയ്ക്ക് എപ്പോഴിങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരമുള്ളൂ. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ, ഒരുമിച്ച് കളിച്ച് വളർന്നു വരും. അവളുടെ കല്യാണമായി. നിന്റെ കാര്യം. ആ, ഞാൻ നേരത്തെ വരാം. ആ പിന്നെ മുഹൂർത്തം 6 മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ. ആ, നാശം പൊട്ടിയില്ല. ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്ന് വിടാൻ പറ്റുമോ? കേറിക്കോളൂ. വരട്ടെ. തുളച്ചടങ്ങുള്ള മാറുവേ. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാ ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. മണ്ണ് വരെ അടിക്കും ഞാൻ വായില്. ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനു സാർ. അങ്ങേരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ അടിയിൽ? അല്ലല്ല, പിന്നെ ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് ഇപ്പൊ തരും. അണ്ണ വരി വരി അണ്ണ, വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല, കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചിയാണ്. കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെൻസ് 555 വലിക്കുന്നതാണ്. അയ്യോ ഇത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവൾ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല. കേട്ടോ ശരിയാണോ? എന്തായാലും കേട്ടോ ശരിയാണോ? എന്തായാലും ഇവിടെ കാറിൽ ഇറങ്ങിയെന്ന്. ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ. പെണ്ണ് കയറി കൊളുത്തി പ്രേമം. ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്. കാശിന്റെ കാര്യം. എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് അപ്ലിത്തില്ല. ഒരു തയ്യക്കാരനുള്ളതാണ് ആര്? ഇന്റർനാഷണൽ തയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയാൾ കൊണ്ട് മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു ചെറുക്കാനാണ് വിട്ടിരിക്കുന്നത്. അടച്ച് പൂട്ട് ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായേ? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ 2ാം ഭാഗം. ഈശ്വര, രോഹിണിക്കിനെ എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ. പ്രോഗ്രാം ബുക്കിംഗ് തോന്നുന്നു. കരുനാക്കോടൊന്നും പറയാടോ. അല്ല അതല്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. ഏത് കാറ്? സുരേഷ് മേനു സാറിന്റെ കാറ്. വരി, ഇരുന്ന് നിരങ്ങാതെ വരി. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, രോഹിണിയാ? ആ കുട്ടിയുടെ കൊടുത്തേക്കൂ. കൊടുത്തേക്കാം. ആ കുട്ടി അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ പോയി
അണ്ണാ ഈ ചങ്കരൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ? ആ സുരേഷ് മേനു അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രോഹിണി വിത്ത് ലവ്. ഇതിനകത്ത് എന്തരെ നോക്കിയാനി? ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാനി? എന്തൊരു ആവട്ടെ. അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ. വരുന്നുണ്ട്. ഇരിക്കാൻ. രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്തേ? ഇത് തന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓ, അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു തന്നതല്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ? എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട്. ഇന്നു മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക. തന്നെ? എന്താ വിശ്വാസമാകുന്നില്ലേ? ഞാൻ പുതിയ ബാലയെ തുടങ്ങുന്നു. സത്യവാൻ സാവിത്രി. സാവിത്രിയാണ് രോഹിണി. സത്യവാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചോളൂ. പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം. എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത്. ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാൻ ഒരു വലിയ ശക്തി തന്നെ പുറകിലുണ്ടല്ലോ. എപ്പോഴും പെടപെടാ. കല്യാണം. കല്യാണോ? ഓ അതന്നെ. വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. കല്യാണമൊക്കെ നമ്മളെ അറിയിക്കേണ്ട നടത്തുവോ? അല്ലേ രോഹിണി? എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം കിട്ടിയ താൻ ഭാഗ്യവതിയാ. മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ കൂടെ വേല ഇറക്കരുത്. സുരേഷ് മേനോൻ സാറ് അപ്പിയെ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്നിട്ട് എന്തൊരു നീ ഒളിച്ചു കളി? നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഉണ്ടല്ലോ. പെൺകുട്ടികളല്ലേ, ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെയല്ലേ സമ്മതിക്കൂ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്നും മറന്നു കളയരുത്. പൊക്കോളൂ. സത്യവാൻ സാവത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തയക്കാം, പഠിച്ചോളൂ. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. ഇനി ഒരു മയത്തില് ഇവളെ ഞാൻ കയ്യിലെടുക്കും. ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിലെടുക്കും. എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് ഒപ്പിച്ച് കയ്യിലെടുക്കും. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും. കാലത്തെ പാട്ട് നന്നായിരുന്നു കേട്ടോ. വെറുതെ ഒരു രസത്തിന് പാടിയതാ. ഇത്രയും ആളെ കൂട്ടൊന്നും കരുതില്ല. ദേ, ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. കുടുംബത്തിലെ മൂത്ത സന്തതി ഇവിടുത്തെ പൂജാരി ആവണമെന്നാ എന്റെ വലിയ താത്ത ആ മുറ തെറ്റിച്ചു. അങ്ങനെ കുടുംബം കുട്ടിച്ചോറായി. വലിയ ശക്തിയുള്ള പ്രതിഷ്ഠയാണേ. ഇപ്പം മുറപ്രകാരം ഇവിടത്തെ പൂജാരി ആവേണ്ടത് ഞാനാ. പിന്നെന്തേ ആവാത്തെ? പൂജാരി ആവണമെങ്കിൽ വേളി കഴിക്കാൻ പാടില്ല, ബ്രഹ്മചാരി ആവണം. വേണി കഴിക്കാൻ പാടില്ലാത്തോണ്ടാണോ പൂജാരി ആവാത്തെ? അതെ. സുബ്രഹ്മണ്യം ആരെയാ കല്യാണം കഴിക്കണേ? അത് എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആരെ? ആണുങ്ങൾക്ക് നാണം ഉണ്ടാവാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷെ ഈ കുട്ടിയെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു അല്പ നാണുണ്ട്. പ്രത്യേകിച്ചും ആ കുട്ടി എന്റെ കൂടെ ഉണ്ടാവുമ്പം. ആരായി കുട്ടി? ആരെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇപ്പോ എനിക്കിത്തിരി നാണാവുന്നുണ്ട്. ഞാൻ പോട്ടെ, നേരമായി. അല്ല, എന്താ ഒന്നും പറയാണ്ട പോകുന്നത്? അല്ല, പറയാൻ കുട്ടിക്ക് നാണമുണ്ടല്ലേ? സാരമില്ല, ഞാനൊരു വഴി പറഞ്ഞുതരാം.
രോഹിണിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഒരു പച്ച സാരി എടുത്തിട്ട് വരണം. ഇഷ്ടമല്ല വെച്ചാല് ഒരു ചുവപ്പ് സാരി എടുത്തോളൂ. പിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. എന്തൊരു താളം. ഇടിഞ്ഞ വായി തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക. ഉള്ളത് എഴുന്നേരടെ, എഴുന്നേരടെ. ആ, കൊണ്ടുവരേ. കരിമേ, കരീം. വിളിക്കല്ലേ, കീടാണ്. വെള്ളം വെള്ളം. ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. അടുത്ത 8-ാം തീയതിയുള്ള പ്രോഗ്രാമോ? 8-ാം തീയതി രാമായണം കളിക്കും. അത് കഴിഞ്ഞാൽ കഥ മാറ്റും. പുതിയ കഥ സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്നറിയാമോ? കിഴവിയായിരിക്കാം, ചക്കുകുറ്റി. ഈ നായകന് വല്ല മാറ്റം ഉണ്ടോ? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോയിനി. അവളോ? തന്നെ ഇല്ല, രോഹിണിയെ നായികയാക്കാൻ പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്ന് ഇറങ്ങി പോടച്ചപ്പെട്ടെ. നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. അയ്യേ, എനിക്കിഷ്ടാ ഒലിക്കുന്നത്. നീ ഒന്ന് നോക്കിക്കോ, ഞാൻ രോഹിണിയെ നായികയാക്കും. എന്റെ പുതിയ ബാലെ ഒരു കലക്ക് കലക്കും. ആ കലക്കി കലക്കി നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലാളിയുടെയും പേര് തമ്മി തമ്മി മാറ്റി വിളിച്ചോളി. പോടാ അവിടുന്ന്. ഇവിടെ ഉപ്പും മുളകും വാങ്ങിക്കാൻ നക്കാപ്പീച്ച കാശില്ല എന്ന് പറയുന്ന ആളാ ബാലയെ കലക്കാൻ പോകുന്നത്. ആ കാശൊക്കെ രോഹിണിയുടെ കാമുകം മുടക്കും. കാമുകനോ? ആ സുരേഷ് മേനോൻ. സുരേഷ് മേനോൻ? സുരേഷ് മേനോനാണ് രോഹിണിയുടെ കാമുകൻ. അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും. അയാളെ ഞാനിതിന്റെ പാർട്ണറാക്കും. കേട്ടോ, വെറുതെ ഓടി നമ്മളെ വലയിൽ കൊടുക്കുന്നത്. ഞാൻ രോഹിണിയെ കാത്തു നിൽക്കായിരുന്നു. എന്തേ? ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ഞാനീ കേൾക്കണൊക്കെ ശരിയാണോ? എന്തേ കേട്ടത്? അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ. സുബ്രഹ്മണ്യം അത് വിശ്വസിച്ചോ? പിന്നെ ആ കോന്തം ചിലപ്പം പിള്ള പറയണത്. ആൾക്കാർക്ക് എന്തേ പറഞ്ഞൂടാത്തെ? ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തരുടെ വായ മൂടിക്കെട്ടാനാവോ? എന്തു പറഞ്ഞാലും ശരി, എനിക്കൊരു കാര്യം അറിയണം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം. ധൃതി പിടിച്ചൊന്നും പറയണ്ട. ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ പച്ച സാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ ബാലെ ട്രൂപ്പിൽ ഒരു പാർട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനോനോടൊന്ന് പറയണം. ആളൊരു കലാസ്നേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത്.
അല്ലെങ്കിൽ പിന്നിപ്പോ ഞാനും മാഷി പറയുന്ന ആളും തമ്മിൽ ഒന്നും പറയണ്ട. അയാളെ പാർട്ട്ണർ ആക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കുകയാണെന്നാ ഞാൻ എല്ലാവരോടും ബന്ധായം വെച്ചിരിക്കുന്നത്. തോറ്റാ ഞാൻ തൂങ്ങിച്ചാണ്ടി വരും. അത് മറന്നു. ശമ്പള കുടിശ്ശിക ഇപ്പോഴാ കണക്ക് നോക്കാൻ പറ്റിയത്. ഓ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഈ ഒരു ഉറപ്പിലാ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓ, വരട്ടെ. ആ പിന്നെ കുട്ടി, കാശിന് ഇനി അത്യാവശ്യം വല്ലതുകൊണ്ട് ചോദിക്കാൻ മടിക്കണ്ട. വരട്ടെ വരട്ടെ അമ്മേ. ശരി മോളെ, നീയല്ലേ പറഞ്ഞ ഇങ്ങനെ കാശ് തരില്ലാന്ന്? എന്നിട്ട് എന്ത് നല്ല സ്വഭാവ. അതെ അതെ, ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും. അതാ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും കിട്ടാനുള്ള കാശല്ലേ. അമ്മേ, ഞാൻ പറയാറില്ലേ ഒരു ശിവസുബ്രഹ്മണ്യത്തെ പറ്റി? വലിയൊരു വീടുണ്ട്, അതിന് ഒരേ ഒരു അവകാശം. കാശ് കണ്ടിട്ടല്ല, ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടാവും. മോളുടെ ഇഷ്ടമല്ലാണ്ട് അമ്മയ്ക്ക് വേറെ എന്ത് ഇഷ്ടമുള്ളത്? എന്നാലും പെൺവീട്ടുകാർ അങ്ങോട്ട് ഇന്ന് കാണുന്നതല്ലല്ലോ നാട്ടു നടപ്പ്. വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രടം പോവാം.